ഹിഡുമ്പമലയിൽ നമ്മൾ ഇറങ്ങിയിട്ട് ഇങ്ങനെ പകുതി നിൽക്കട്ടെ. അടുത്ത് നമ്മൾ പോകാൻ പോണത് ശിഖണ്ഡിപ്പാറ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഇവിടുത്തെ ഹിഡുമ്പസ്വാമീനെ പൂജിക്കണ പൂജാരിയോട് ചോദിച്ചപ്പോൾ ആള് വരെ പറഞ്ഞു തന്നിട്ടേ, ആള് വരെ പറഞ്ഞു ഇങ്ങനത്തെ കേട്ടിട്ടില്ല. അതെ, സംഭവം ഒരു ശിവഗിരി അങ്ങനെ കേട്ടിട്ടുണ്ട്, പക്ഷെ ഇങ്ങനത്തെ ഒരു സ്ഥലം കേട്ടില്ല. ശിഖണ്ഡിപ്പാറ കേട്ടില്ല. നമ്മളിത് ആകസ്മികമായി ഇതുമാതിരി നെറ്റിലിങ്ങനെ വെറുതെ റീൽസുകൾ നമ്മൾ ഇങ്ങനെ പഴനിമലയിൽ പ്രധാനമായിട്ടും 3 മലകളുണ്ട്. ഒന്ന് പഴനിമല, ഒന്ന് ഇടുമ്പൻമല, ഒന്ന് ശിഖണ്ഡിപ്പാറ. ഇത് 3ൻ്റെയും ശക്തിനി ഇത്ര മുരുകന് കൂടാൻ കാരണം അങ്ങനെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ അത് ഗൂഗിളിൽ സ്പോട്ട് ചെയ്യുമ്പോൾ അത് കാണിക്കുന്നില്ല. യൂട്യൂബിലോ റീൽസിലോ അങ്ങനെ ഒന്നും ഇട്ടിട്ടില്ല. അതിനെപ്പറ്റി കൂടുതൽ വിവരങ്ങളില്ല. പക്ഷെ നമ്മളത് മാപ്പ് ചെയ്ത് നോക്കുമ്പോൾ സംഭവം കാണിക്കുന്നുണ്ട്. അതായത് ഈ ഹിഡുമ്പമലയെന്ന് കണ്ടുപിടിക്കാൻ പറ്റണില്ല. എന്നാലും ഞങ്ങളത് തപ്പി നോക്കട്ടെ. എന്തായാലും വന്ന സ്ഥിതിക്ക് അതും കൂടി ഒന്ന് കണ്ട് തിരിച്ചു പോകണം എന്നാണ് ആഗ്രഹം. എന്തായാലും സ്പോട്ട് ചെയ്യാൻ പറ്റും, ഒന്ന് നോക്കിയോ. അപ്പൊ എന്തായാലും അത് കണ്ടുപിടിച്ചിട്ട് ഈ ഒരു വീഡിയോയിൽ അതും കൂടി കാണിക്കാൻ പറ്റുന്ന ഭയങ്കര സന്തോഷമാണ് നമുക്ക് അല്ലേ. കാരണം എന്താ വെച്ചാൽ ഇവിടുത്തെ ആളുകൾക്ക് വരെ അതിനെ കുറിച്ചൊരു ഐഡിയ കിട്ടുന്നില്ല. അവര് പറഞ്ഞ അങ്ങനെ സ്ഥലം ഇല്ല എന്നാ പറഞ്ഞത്. ഞങ്ങളിത് അവരോട് ഷെയർ ചെയ്തപ്പോ അവര് പറഞ്ഞു എന്തായാലും നിങ്ങളിത് കണ്ടുപിടിക്കണം, എന്നിട്ട് നിങ്ങളിത് ഇതിനെ പറ്റിയ ആൾക്കാർക്ക് ഷെയർ ചെയ്യും. അങ്ങനെ ആൾക്കാർ പറയണത് ഒരു അരമണിക്കൂറിന് മേലെ അതിൻ്റെ ഈ സ്ഥലം തപ്പി നടക്കണ്ട. കാരണം ഇവിടത്തെ ഒരാൾക്ക് ഇത് ചോദിച്ചിട്ട് ഒരാൾക്ക് അറിയില്ല അല്ലേ. സംഭവം ഇത് ചരിത്രത്തിൻ്റെ ഒരു ഭാഗമാണ്. അതായത് ഈ പഴനിമല ഹിഡുമ്പമലയും ഈ ഒരു മലയാണ്. ഈ ഒരു മല എന്ന് കറക്റ്റ് പറയാൻ പറ്റില്ല, പക്ഷെ പാറയുടെ ഒരു പാറ ഷേപ്പ്. അതെ, ഇതൊരു ശിഖണ്ഡിപ്പാറ എന്നാണ് അറിയപ്പെടുന്നത്. പക്ഷെ ആ കാണുന്നതാണ് ഹിഡുമ്പമല, ഈ കാണുന്നതാണ് പഴനിമല. അതിൻ്റെ സെൻറ്ററിലാണ് ഈ പറയുന്ന. അപ്പോൾ നമ്മളിത് ഹിഡുമ്പമല കയറാൻ പോകേണ്ടത്. ഹിഡുമ്പമല എൻട്രൻസ് ഇത്. അപ്പോൾ ഇത് ഹിഡുമ്പൻ സ്വാമിക്കുള്ള വഴിപാടാണ്, ചുരുട്ട് സംഭവങ്ങളൊക്കെ അല്ല. പഴനിമലയ്ക്ക് വന്നവരൊന്നും ഹിഡുമ്പമല കയറാറില്ല. പണ്ട് കാലത്ത് ഇവിടെയൊക്കെ ഭയങ്കര പിടിച്ചു പറയാൻ കേട്ടുള്ളത്. പക്ഷെ ഇപ്പോഴൊന്നും അങ്ങനെയൊക്കെ ഞങ്ങളൊന്നും കണ്ടിട്ടില്ല. ഞങ്ങളെല്ലാ കൊല്ലം വരുമ്പോൾ ഇവിടെ കയറാറുണ്ട്. ഒരു പാടത്തിൻ്റെ സെൻറ്ററിലാണ് ഈ ഒരു പാറ സ്ഥിതി ചെയ്യണേട്ടാ. ഇവിടേക്ക് പ്രത്യേകിച്ച് വഴിയും കാര്യങ്ങളൊന്നും ഇല്ല. അതുകൊണ്ടാണ് അധികം ആൾക്കാർക്ക് അറിയാത്തത്. ഞങ്ങൾ അവിടുത്തെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ് നല്ല ഉറക്കാറുണ്ട് ഗൈസ് വന്നപ്പോൾ തന്നെ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇപ്പോൾ ഞാൻ എവിടെയുള്ളതെന്നല്ലേ, ചെറിയൊരു ക്ലിപ്പ് കണ്ടോന്ന് എന്തോ യാത്രയാണെന്ന് മനസ്സിലായില്ലേ ഗൈസ്. ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ സ്വന്തം പഴനിയാണ്ടവനെ കാണാൻ വേണ്ടി വന്നേക്കാണ്. പഴനിയിലാണുള്ളത്. അപ്പോൾ നേരെ വന്ന് ലോഡ്ജ് എടുത്ത് നല്ല ഉറക്കുറങ്ങി. അപ്പോൾ കണ്ണൊക്കെ തുറക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കണം ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. റൂമിൽ പോവാം. റൂമിൽ ചേട്ടനൊക്കെ നല്ല ചായ വെച്ചോണ്ടിരിക്കുന്നത്. നേരെ പോയിട്ട് അതൊന്ന് കണ്ടിട്ടരാം, ബാക്കി ആരൊക്കെ ഉള്ളതെന്ന് കണ്ടിട്ടരാം. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മളുടെ റൂം. ഗൈസ് ഏത് ഗൈസ് റൂം ഏതാന്ന് മനസ്സിലാവില്ല. ഏതാ റൂം? ഗൈസ് പഠനമായിട്ട് റൂം കാണാനില്ല ഗൈസ്. ഇപ്പം ഇതാണ് നമ്മുടെ റൂം. അയ്യവാ ചായ ഉണ്ടാക്കിക്കൊണ്ടിരിക്കട്ടെ. നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന സാധനട്ടെ. ചായക്കാരൻ ചിരിച്ചിക്ക മദാശ്രീ എന്തെന്നാ ചേട്ടനൊക്കെ എപ്പോഴാ മല കയറുന്നു? പല്ല് വേനയാ? ഓ സി ചേട്ടക്ക് ചായപ്പൊടി പിടിച്ചിരിക്കണേ. അവിടെ ചായപ്പൊടി കണ്ടന്റായുണ്ട്. ആ നെസ്കഫെ രാജഗുരു. അപ്പം നൈസായിട്ട് പുറത്തേക്ക് പോയിക്കട്ടെ. ഞങ്ങൾ ചായ വെച്ച് ചായ കുടിച്ച് സെറ്റായതിനു ശേഷം നമ്മളെപ്പോഴാണ് കയറുന്നത്? വെയിലാറിയിട്ട് ആ ഒരു 5 മണിയാകുമ്പോൾ കയറിയിട്ട് മുരുകനെ കണ്ടിട്ട് ഇറങ്ങും. അത് കഴിഞ്ഞിട്ട് വീണ്ടും പുലർച്ചെ വീണ്ടും കയറില്ലേ. അതുകൊണ്ട് പുലർച്ചെ വീണ്ടും കയറിയിട്ട് മുരുകനെ കാണും ഗൈസ്. അങ്ങനെ 2 വട്ടമാണ് മുരുകനെ കാണാൻ വേണ്ടിയിട്ട് മല കയറാൻ പോണത്. അപ്പോൾ ആദ്യം കാണുന്നത് രാത്രി കയറണമായിരിക്കും, അത് കഴിഞ്ഞിട്ട് പുലർച്ചെ കയറണം.
നമുക്ക് ഇവിടെ വന്നിട്ട് കുറേ പരിപാടികൾ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടാ. നമ്മൾ എവിടെയൊക്കെ പോകണമെന്നാണ് പ്ലാൻ ചെയ്തല്ലേ? ഫസ്റ്റ് ഇടുമ്പമല, പഴനിമല, പ്ലാൻ മാറും ചിലപ്പോൾ. ചിലപ്പോൾ ഒന്നല്ലെങ്കിൽ കോയമ്പത്തൂർ ഇഷ, അല്ലെങ്കിൽ ചിലപ്പോൾ മധുര, അല്ലെങ്കിൽ ചിലപ്പോൾ കൊടൈക്കനാൽ. അതായത് പഴനിമല കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തൊക്കെ പ്ലാനിങ് ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്യും. ഈ അമ്മ അത് കേട്ടപ്പോ ഇതുവരി വണ്ടിയിൽ യാത്ര ചെയ്യണ്ടേ. മാതാശ്രീക്ക് അധികം യാത്ര ചെയ്യണത് വലിയ താല്പര്യമില്ല. ഇവിടെ ട്രിപ്പ് എന്നൊക്കെ പറയുമ്പോൾ ഇടയ്ക്ക് മാറ്റി ചെയ്യണല്ലേ രാജു ഛർദി എന്ന് പറഞ്ഞിട്ട് വണ്ടിയിൽ നല്ല ഉറക്കാറുന്നു. ഇവിടെ വന്നിട്ടും നല്ല ഉറക്കം ഉറങ്ങിയിട്ടിരിക്കേ. ഛർദിച്ചൊന്നുമില്ലല്ലോ. അതിപ്പോ പഴനിയാണ്ടവനെ കാണാൻ വരുമ്പോ ഛർദിക്കില്ല. അങ്ങനെയാണ്, മനസ്സിലായ? അപ്പൊ കഴിച്ച് ഞങ്ങൾ ചായ കുടിക്കാൻ പോകുന്നു. ചായ സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഈ ചായ കുടിച്ച് കഴിഞ്ഞിട്ട് മല കയറണ കാണാം. ഒരാൾ കൂടി ഉണ്ടിട്ടാ. നമ്മുടെ അപ്പൻ ഇവിടെ ഉണ്ട്. അപ്പൻ ഇവിടെ എവിടെയോ കോയിലപ്പം കൊണ്ടുവരില്ല. ഈ അതൊക്കെ വീട്ടിൽ നിന്ന് ഫുൾ സെറ്റ് ചെയ്തിട്ട് വന്നിട്ടുള്ള. അപ്പോൾ അപ്പൻ പുറത്തേക്ക് ഇറങ്ങിയേക്കാണ്. അപ്പം എവിടേക്ക് പോയത്? ചായ കുടിക്കുന്ന പറഞ്ഞേ. ഇത്രയും വലിയ ചായ ഇവിടെ ഉള്ളപ്പോൾ അണ്ണന് അണ്ണികൾ വെച്ച തമിഴ് ചായ വേണം. അത് ഞങ്ങൾ ചായ കുടിച്ചിട്ട് ഇനി മല കയറണ കാണാം. അങ്ങനെ ടാറ്റ പറഞ്ഞോണ്ടിരിക്കുമ്പോ ദൈവം എന്തൊക്കെയാണ് കിട്ടി. അപ്പൻ അണ്ണികൾ വെച്ച തമിഴ് ചായ കുടിച്ചാ. അപ്പൊ അണ്ണികൾ വെച്ച തമിഴ് ചായ കുടിച്ചിട്ട് ഞങ്ങള് നമ്മുടെ സ്വന്തം ചായ 12. അതൊക്കെയാണ് പ്രത്യേകിച്ച് മലയാളികള് വർത്തനം പറഞ്ഞ അപ്പൊ 12 ആവും. 12 അപ്പൊ എന്തായാലും മല കയറണം. അപ്പൊ പഴനിമല വന്നിട്ട് ഞങ്ങള് ആദ്യം കയറാൻ പോണ ഹിഡ്മലയ്ക്ക് ഉണ്ടാ. അപ്പൊ അച്ഛനും അമ്മനെയൊക്കെ റൂമിലാക്കിയിട്ട് ചേട്ടനും ചേട്ടത്തിയും രാരും ഞാനായിട്ട് ഇറങ്ങാൻ വേണ്ടി പോവാണ്. തകർക്കും. രാവിലെ ഫസ്റ്റ് എക്സ്പീരിയൻസ് അല്ലേ ഹിഡ്മല? ചേട്ടത്തിരോ ഫസ്റ്റത്തെ? അതില്ല. അവ എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആവും. കേരള അങ്ങോട്ട് ഓക്കെ. അപ്പൊ ബാക്കിയുള്ള കാഴ്ചകൾ നമുക്ക് നേരെ കാണാം. ഉണ്ട്. അങ്ങ് ദൂരെ കാണുന്നതാണ് ഹിഡുമ്പമല കേട്ടാ. ഇപ്രാവശ്യം എന്തായാലും പഴനിമലയ്ക്ക് നമുക്ക് ക്യാമറയും ഫോണൊന്നും കയറ്റാൻ പറ്റില്ല എന്നാണ് ഇവിടെ വന്നപ്പോൾ കിട്ടിയ അറിവ്. അപ്പോൾ ഉള്ളിൽ കയറുന്ന വീഡിയോ മിക്കവാറും ഉണ്ടാവില്ല. ഹിഡുമ്പം നമുക്ക് എന്തായാലും കയറി വീഡിയോ എടുത്തിട്ട് സെറ്റായിട്ട് വരാം അല്ലേ ഗൈസ്? ഇവിടെ വന്നപ്പോൾ വേറൊരു ഐറ്റം കണ്ടിട്ടാ. പണ്ടത്തെ നമ്മുടെ 7up പരസ്യനെ കാണുന്നുണ്ടാ. കണ്ട ഗൈസ്? ഒരു ഡാവ അവിടെ എടുക്കണണ്ട. ഇതൊന്നും ഇപ്പോഴത്തെ പരസ്യത്തിലൊന്നും ഇല്ല. ഈ കാണുന്ന 7up ആളൊക്കെ ഒരു മെമ്മറി അല്ലേ, പണ്ടത്തെ ഒരു ഓർമ്മ. ഒരു ഞങ്ങടെ ഫുൾ ചാർജോടെ ഫിറോസ് ചുട്ടിപ്പാറ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് ഇവിടെ മറ്റേ ഫുൾ ചാർജോടെ. അയ്യ അടിപൊളി. அண்ணே தமிழ் தெரியுமா? தெரியாது அண்ணா. தெரியாதா? தெரியாது. உனக்கு தெரியுமா? கொஞ்சம் கொஞ்சம் தெரியும். ഓക്കെ. വഴിയല്ലേ? അതെ. അപ്പോൾ നമ്മളിത് ഹിഡുമ്പമല കയറാൻ പോകേണ്ടത്. ഹിഡുമ്പമല എൻട്രൻസ് ഇത്. അപ്പോൾ ഇത് ഹിഡുമ്പൻ സ്വാമിക്കുള്ള വഴിപാടാണ്. ചുരുട്ട് സംഭവങ്ങളൊക്കെ അല്ലേ? എല്ലാവരും പിടിച്ചോ? എന്തൊക്കെയുള്ള ചുരുട്ട്, കർപ്പൂരം, ചന്ദനത്തിരി. അപ്പോൾ ഞങ്ങളിത് കയറാൻ പോകണ്ട ഹിഡുമ്പൻ സ്വാമിനെ കാണാൻ വേണ്ടിയിട്ട്. സ്വാമിയെ കാപ്പാത്ത്. നല്ല കാറ്റാ. ഓടി ഓടി കയറട്ടാ എല്ലാവർക്കും. ഓടി ഓടി കയറട്ടാ.
ചൂടൊന്നുമില്ല, വാ. ചൂടൊന്നും അറിയില്ല, വാ. അതെ, നമ്മ ചൂടുണ്ടെന്ന് വിചാരിക്കാൻ പാടില്ല. കുറേ പടികളുണ്ട് കേട്ടോ നമ്മുടെ പഴനിമല. ആ കാണണം കേട്ടാ, പഴനിമല തൊട്ടപ്പുറത്ത് ഹിഡുമ്പമല. ഏതാ ഏതാ കൊടൈക്കനാൽ അല്ലേ? പഴനിമല ആ ചുറ്റും കാണുന്നത് ഫുൾ ഹിൽസ് കാണുന്നത് നമ്മുടെ കൊടൈക്കനാലിൻ്റെ ഉണ്ടാ. കൊടൈക്കനാൽ മലനിരകൾ. ആ അവിടെ നല്ല കോട ഇറങ്ങി നിൽക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കുമ്പോൾ കാണാൻ പറ്റുന്നുണ്ട്. കണ്ടാ പഴനിമലയ്ക്ക് വന്നവരൊന്നും ഇടുമ്പമല കയറാറില്ല. പണ്ട് കാലത്ത് ഇവിടെയൊക്കെ ഭയങ്കര പിടിച്ചു പറയാൻ കേട്ടുള്ളത്. പക്ഷെ ഇപ്പോഴൊന്നും അങ്ങനെയൊക്കെ ഞങ്ങളൊന്നും കണ്ടിട്ടില്ല. ഞങ്ങൾ എല്ലാ കൊല്ലം വരുമ്പോൾ ഇവിടെ കയറാറുണ്ട്. അത് ഫുള്ള് ഇവിടെ കള്ളന്മാരെ പെണ്ണുങ്ങളെ കയറ്റാൻ പാടില്ല അല്ലേ? ഞങ്ങളെ കയറ്റി കൊണ്ടുപോകാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മുടെ പിള്ളേരൊക്കെ അതേ കിടന്ന് ഇതേ ഓടി കിടക്കണം അവിടെ. അങ്ങനെ പ്രശ്നമൊന്നുമില്ല. പിന്നെ ഇവിടെ നമുക്ക് ശരിക്കും കിട്ടേണ്ട സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 മലേനെ ഇവിടേക്ക് വരുമ്പോൾ കയറണ്ടല്ലേ? അത് പഴനിമല, ഹിഡുമ്പമല, പിന്നെ സിഗണ്ടിപ്പാറ. ആൾക്കാർ പറയണത് പഴനിക്ക് വരും മുരുകനെ കാണാനായിട്ട് മുമ്പ് ഹിഡുമ്പനെ കാണണം എന്നാണ് പറയണം അല്ലേ? ഹിഡുമ്പനെ കാണണം, സിഗണ്ടിപ്പാറയും കയറണം. അത് കഴിഞ്ഞിട്ട് മുരുകനെ കാണണം എന്ന് പറഞ്ഞാൽ ഈ 3 മലയുടെ ഒരു ശക്തി ഉണ്ടെന്ന് പറയണം അല്ലേ? കുറെ ആളുകൾക്കൊന്നും ഇതിനെ കുറിച്ച് അറിയില്ല, കറക്റ്റായിട്ടുള്ള ഒരു ധാരണ. മലയും കൂടിയ ഒരു ട്രയാങ്കിൾ ഇരിക്കുന്ന കാരണമാണ് മുരുകൻ ഇത്ര ശക്തി എന്ന് അറിയണത്. ശാസ്ത്രത്തിന്റെ ഒരു സംഭവം. പകുതി കയറുമ്പോഴേക്കും ചെറുതായിട്ടൊന്ന് കറച്ചിറങ്ങി. എടുത്താ 10 മിനിറ്റ് ഇറങ്ങിയിട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഹിഡുമ്പമല കയറി ഇറങ്ങിയ ശേഷം നേരെ പോണത് സിഗണ്ടിപ്പാറയ്ക്ക് ഉണ്ടാ. ഞാൻ നോക്കിയപ്പോൾ ഒരു ആരും എന്നിട്ട് ഐസ്ക്രീമിനുണ്ട്. ഐസ്ക്രീം അല്ല അല്ലേ, പതപ്പല്ലേ? നല്ല സ്കീമുണ്ടല്ലേ? കേട്ടാ നല്ല സുഖമുണ്ട്. ഞാൻ ഇവിടേക്ക് എത്തിയിട്ട് തിരിച്ചിട്ട് ഇറങ്ങണ്ടല്ലായിരുന്നു. അത് സിമ്പിളായിട്ട്. പക്ഷെ നമ്മൾ താഴേക്കെത്തും, ജീവൻ വിലയ്ക്ക് പോകും. കുറച്ച് കയറുമ്പോഴേക്കും നല്ല വിഷയമില്ല. എവിടെ നിന്നൊക്കെ നോക്കിയാൽ ക്യാമറ നോക്കിയാൽ നല്ല വിഷയമില്ല, അടിപൊളി വിഷയമില്ല. പണിയേണ്ടവൻ അങ്കത ഇருக்கு. 3 മലകളും 3 ആനപ്പാറ എന്ന് പറഞ്ഞ സ്ഥലം. ഏത് ആ നിൽക്കണ്ട ആന ഷേപ്പിലുണ്ട്. ആ അവിടെ കാണുന്നത് 3 ആനപ്പാറ. 3 ആനപ്പാറ അല്ലേ? കറക്റ്റ് ആന കിടക്കുന്ന 3 ആനകൾ കിടക്കണ മതി. അതെ ഉണ്ട് സെറ്റ്. നടന്ന് ഇവിടെ വരത്തിട്ടേ ഞാൻ അവിടെ മാത്രം റെസ്റ്റുള്ളൂ. ഇത്ര ദൂരം കയറി വന്ന് ഓമ്മേ ശരിക്കും പതപ്പിട്ട ഒരാരിനെ കുറ്റം പറഞ്ഞ് ലാസ്റ്റ് ഞാനായതുകൊണ്ട് സാറിനൊക്കെ അടിച്ച് പൊളിച്ച് കയറി പോണ. ആയ് പണ്ടത്തെ റൈഡർ അത്ര. ഞാനങ്ങനെ ഫസ്റ്റ് അടിച്ചിരിക്കുകയാണ്. രണ്ടാമത് അടിക്കാൻ വേണ്ടി ആരും പകുതിയിൽ കുഴഞ്ഞു നിൽക്കുന്നു. കമാൺ യെസ് ഉണ്ട്. ഈ കുറച്ച് നേരം ഇവിടെ ഇരുന്നിട്ട് കേരളോട്ടാ വയ്യാണ്ടേ. എന്തോരം ദൂരം പോകണ്ടാവും, അത്രയും ദൂരം. അപ്പോൾ നമ്മൾ നടന്ന് അവസാനം എന്തേ ഹിഡുമ്പ സ്വാമിയുടെ അമ്പലത്തിലെത്തിക്കുകയാണ്. എൻ്റെ മാന നടന്നങ്ങോട്ട് ചെന്നോണ്ടിരിക്കട്ടാ. അയ്യോ ഹിഡുമ്പ സ്വാമിയുടെ അടുത്ത് തിരി കൃഷ്ണ അടിക്കാൻ പാടില്ല. ഞാൻ അവസാനം നമ്മൾ നടന്ന്
ഹിഡുമ്പൻസ്വാമിയുടെ മലയെത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരു പ്രതിമ കൊടുത്തിട്ടുണ്ട് കറക്റ്റായിട്ട് കണ്ട 2 മലയും ചുവന്ന് കൊണ്ടിരുന്ന ഒരു പ്രതിമ കണ്ട അതാണ് ഐറ്റം. ഹിഡുമ്പൻസ്വാമിനെ ഇവിടെ കാണാൻ പറ്റും നമുക്ക്. എന്താ തോന്നുന്നു? ഫീലിംഗ് ഗുഡ്. ആ അതന്നെ അങ്ങനെ ഹിഡുമ്പൻസ്വാമിനെ കണ്ടിട്ട് ഹിഡുമ്പൻമലയിൽ നമ്മൾ ഇറങ്ങിയിട്ട് ഇങ്ങനെ പകുതി നിൽക്കട്ടെ. അടുത്ത് നമ്മൾ പോകാൻ പോണത് ശിഖണ്ഡിപ്പാറ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഇവിടുത്തെ ഹിഡുമ്പൻസ്വാമീനെ പൂജിക്കണ പൂജാരിയോട് ചോദിച്ചപ്പോൾ ആള് വരെ പറഞ്ഞു തന്നിട്ടേ. ആള് വരെ പറഞ്ഞു ഇങ്ങനത്തെ കേട്ടിട്ടില്ല. അതെ, സംഭവം ഒരു ശിവഗിരി അങ്ങനെ കേട്ടിട്ടുണ്ട്, പക്ഷെ ഇങ്ങനത്തെ ഒരു സ്ഥലം കേട്ടില്ല. ശിഖണ്ഡിപ്പാറ കേട്ടില്ല. നമ്മളിത് ആകസ്മികമായി ഇതുമാതിരി നെറ്റിലിങ്ങനെ വെറുതെ റീൽസുകൾ നമ്മൾ ഇങ്ങനെ പഴനിമലയിൽ പ്രധാനമായിട്ടും 3 മലകളുണ്ട്. ഒന്ന് പഴനിമല, ഒന്ന് ഇടുമ്പൻമല, ഒന്ന് ശിഖണ്ഡിപ്പാറ. ഇത് 3ൻ്റെയും ശക്തിനി ഇത്ര മുരുകന് കൂടാൻ കാരണം അങ്ങനെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ അത് ഗൂഗിളിൽ സ്പോട്ട് ചെയ്യുമ്പോൾ അത് കാണിക്കുന്നില്ല. പിന്നെ അതുമാതിരി ഇതിനെ പറ്റി ആരും ഇതുവരെ ഇന്നത്തെ തലമുറയല്ലേ ഇതുവരെ യൂട്യൂബിലോ റീൽസിലോ അങ്ങനെ ഒന്നും ഇട്ടിട്ടില്ല. ഇതിനെപ്പറ്റി കൂടുതൽ വിവരങ്ങളില്ല. പക്ഷെ നമ്മളത് ഇത് വെച്ച് നമ്മളത് മാപ്പ് ചെയ്ത് നോക്കുമ്പോൾ സംഭവം കാണിക്കുന്നുണ്ട്. അതായത് ഈ ഹിഡുമ്പൻമലയിൽ ഒരു നടക്കാനുള്ളതെന്ന് പറയണേ. അതെ, പക്ഷെ അത് നമുക്ക് കറക്റ്റ് എവിടെ നിന്ന് കാണിക്കുന്നില്ല, കണ്ടുപിടിക്കാൻ പറ്റണില്ല. എന്നാലും ഞങ്ങളത് തപ്പി നോക്കട്ടെ. എന്തായാലും വന്ന സ്ഥിതിക്ക് അതും കൂടി ഒന്ന് കണ്ട് തിരിച്ചു പോകണം എന്നാണ് ആഗ്രഹം. എന്തായാലും സ്പോട്ട് ചെയ്യാൻ പറ്റും, ഒന്ന് നോക്കിയോ. അപ്പൊ എന്തായാലും അത് കണ്ടുപിടിച്ചിട്ട് ഈ ഒരു വീഡിയോയിൽ അതും കൂടി കാണിക്കാൻ പറ്റുന്ന വെച്ചാൽ ഭയങ്കര സന്തോഷമാണ് നമുക്ക് അല്ലേ. കാരണം എന്താ വെച്ചാൽ ഇവിടുത്തെ ആളുകൾക്ക് വരെ അതിനെ കുറിച്ചൊരു ഐഡിയ കിട്ടുന്നില്ല. അവർ പറഞ്ഞ അങ്ങനെ സ്ഥലം ഇല്ല എന്നാ പറഞ്ഞത്. ഞങ്ങളിത് അവരോട് ഷെയർ ചെയ്തപ്പോൾ അവരോട് എന്തായാലും നിങ്ങളിത് കണ്ടുപിടിക്കണം, എന്നിട്ട് നിങ്ങളിത് ഇതിനെ പറ്റിയ ആൾക്കാർക്ക് ഷെയർ ചെയ്യും, അങ്ങനെ ആൾക്കാർ പറയണത്. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കാം. പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് അതും കൂടി നമ്മൾ കാണിക്കാൻ പോകും. കാരണം ഇതുവരെ നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല, വേറെ വ്ളോഗിലും കണ്ടിട്ടുണ്ടാവില്ല. കാരണം ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടെന്ന് തന്നെ അധികം ആളുകൾക്ക് അറിയില്ല. കാരണം ഇവിടെയുള്ള ആളുകൾക്ക് തന്നെ കൃത്യമായിട്ടില്ല. നമ്മൾ ജസ്റ്റ് ആകസ്മികമായിട്ട് ജസ്റ്റ് ഒരു വീഡിയോയിൽ കണ്ടുപോയതാണ്. ഏതോ ഒരു തമിഴ് വ്ളോഗറുടെ ചെറിയൊരു വീഡിയോയിൽ കണ്ടാണ് നമ്മൾ. പിന്നീട് ആ വ്ളോഗ് കണ്ടില്ല, നമ്മൾ സേവ് ചെയ്തൊക്കെയാണ് മറന്നു കേസ്. അപ്പോൾ എന്തായാലും നമുക്കത് കണ്ടുപിടിച്ചിട്ടുണ്ട് ബാക്കി കാര്യം. അപ്പോൾ എന്തായാലും പോയി നോക്കാം അല്ലേ. പോയി നമ്മൾ യെസ് കമാൺ. ഹിഡുമ്പൻമല കയറി വന്ന് താഴെ എത്തിയപ്പോൾ വെറുതെ ഇരിക്കുന്നു ഗോലിസോഡ. നമ്മുടെ നാട്ടിലില്ലാത്ത ഗോലിസോഡ കേട്ടാ, അടിപൊളി. എപ്പിടാ அப்படியா? சாப்பிடு. ജിഞ്ചർ. ഞങ്ങൾ ഏകദേശം ഒരു അരമണിക്കൂറിന് മേലെ അതിൻ്റെ ഈ സ്ഥലം തപ്പി നടക്കണ്ട. കാരണം ഇവിടുത്തെ ഒരാൾക്ക് ഇത് ചോദിച്ചിട്ട് ഒരാൾക്ക് അറിയില്ല അല്ലേ. സംഭവം ഇത് ചരിത്രത്തിൻ്റെ ഒരു ഭാഗമാണ്. അതായത് ഈ പഴനിമല ഹിഡുമ്പൻമലയും ഈ ഒരു മലയാണ്. ഈ ഒരു മല എന്ന് കറക്റ്റ് പറയാൻ പറ്റില്ല, പക്ഷെ പാറയുടെ ഒരു പാറ ഷേപ്പ്. അതെ, ഇതൊരു ശിഖണ്ഡിപ്പാറ എന്നാണ് അറിയപ്പെടുന്നത്. പക്ഷെ ഇതിന്റെ അതെ മേലെ നോക്കുമ്പോൾ വ്യൂ അറിയുള്ളൂ. ഇവിടുത്തെ ആളുകൾക്ക് പോലും ഇത് എവിടെയാന്ന് കറക്റ്റ് അറിയില്ല. ഇപ്പം അവസാനം ഞങ്ങൾ ഫോട്ടോയും സംഭവങ്ങളൊക്കെ വെച്ച് അവസാനം കണ്ടുപിടിച്ചിട്ടുണ്ട്. നമ്മളിത് അവിടേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുക. അവിടെ എത്തിയിട്ട് കാണട്ടെ നമുക്ക്. ആ കാണാണ് ഹിഡുമ്പൻമല, ഈ കാണുന്നതാണ് പഴനിമല. അതിൻ്റെ സെൻറ്ററിലാണ് ഈ പറയുന്ന ശിഖണ്ഡിപ്പാറ. എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ഉണ്ട് ഞങ്ങൾ വന്ന് നോക്കിയപ്പോൾ അല്ലേ. പിന്നെ ഇവിടേക്ക് എന്തൊക്കെയോ സ്പോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. വേല് വരച്ചിട്ടുണ്ട്, ശിവലിംഗം വരച്ചിട്ടുണ്ട്, മുരുകൻ്റെ
വേലിൻ്റെ ഇതൊക്കെ വരച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞാണ് ശിഖണ്ഡിപ്പാറ എന്ന് പറഞ്ഞിട്ടാണ് അറിയപ്പെടുന്നത്. അത് കറക്റ്റ് ഒരു ത്രികോണാകൃതിയിൽ തന്നെയാണ്. അവിടെ മുരുകൻ, അവിടെ ഹിഡുമ്പൻ, ഇവിടെ ഈ പറഞ്ഞ പാറ. ഇതൊരു കറക്റ്റ് ഒരു ത്രികോണാകൃതി തന്നെ, കറക്റ്റ് തന്നെ കേട്ടാ. കറക്റ്റ് ഒരു ത്രികോണാകൃതിയിലാണ് ഇത് കിടക്കുന്നത്. ഒന്ന് ഇവിടെ, അവിടെ 2, അവിടെ 3. നമുക്ക് ഇങ്ങനെ ഒരു പാടത്തിൻ്റെ സെൻറ്ററിലാണ് ഈ ഒരു പാറ സ്ഥിതി ചെയ്യണേട്ടാ. ഇവിടേക്ക് പ്രത്യേകിച്ച് വഴിയും കാര്യങ്ങളൊന്നും ഇല്ല. അതുകൊണ്ടാണ് അധികം ആൾക്കാർക്ക് അറിയാത്തത്. ഞങ്ങൾ അവിടുത്തെ ബിൽഡിങ്ങിൽ ചോദിച്ചപ്പോൾ അവിടുത്തെ ആളുകൾക്ക് പോലും അറിയില്ല. പിന്നെ ഇവിടുത്തെ ഫോട്ടോ കാണിച്ചു കൊടുത്തപ്പോഴാണ് അവർ പറഞ്ഞത് ബാക്ക് സൈഡിലേക്ക് ഒന്ന് പോയി നോക്കാൻ പറഞ്ഞത്. അപ്പോൾ നമ്മൾ എത്തിയപ്പോൾ അവസാനം ശിഖണ്ഡിപ്പാറ എത്തിക്കാണ്. ഇതിന് ശിഖണ്ഡിപ്പാറ എന്ന പേര് വരെ എന്താ കാരണം എന്ന് കറക്റ്റ് അറിയില്ല നമുക്ക്, അല്ലേ? അത് ഇതിനെക്കുറിച്ച് അറിവുള്ള ആളുകൾ കുറവാണ്. വണ്ടിയിൽ വന്നിട്ട് നമ്മള് ഇലക്ട്രിക്കിന്റെ വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുക. അടിപൊളി എക്സ്പീരിയൻസ്. സൂപ്പർ അല്ലേ? സൂപ്പർ. പഴനിയാണ്ടവനെ കാപ്പാത്ത്. ഹരഹരോ ഹരഹര. ചിരിക്കല്ലേ, കറക്റ്റ് പറയും. ഹരഹരോ ഹരഹര. രാവിലെ തന്നെ എനിക്ക് കുളിച്ച് റെഡി ആയിട്ട് ഞങ്ങളിത് പഴനിയാണ്ടവനെ കാണാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ എല്ലാവരും കുളിച്ച് അടിപൊളിയായിട്ട് നിൽക്കണം. നിന്റെ ബർത്ത്ഡേ അല്ലേ? ഹാപ്പി ബർത്ത്ഡേ ടു യു. അത് വേൽമുരുകനെ മുന്നിൽ വെച്ചിട്ടാണ് നിന്റെ ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി അല്ലേ? സന്തോഷം. അമ്മ കേരള. ഹരഹരോ ഹരഹര. ഹരഹരോ ഹരഹര. ഹരഹരോ ഹരഹര. ഹരഹരോ ഹരഹര. പോലെ അപ്പോൾ ഞങ്ങൾ പോയിട്ട് മുരുകനെ കണ്ടിട്ട് വരാം. അങ്ങോട്ട് ഫോണും ക്യാമറ ഒന്നും അലൗഡല്ല. തമിഴന്മാർ കൊണ്ടുപോകുന്നുണ്ട്. പക്ഷേ മലയാളികളായാലും നമ്മളതിന് ഫോണും ക്യാമറ കണ്ടു കഴിഞ്ഞാൽ അവന്മാർ പിടിച്ചേക്കും. അപ്പോൾ ക്യാമറ കൊണ്ടുപോകല്ലേ ഗൈസ്. അപ്പോൾ പോയി വന്നിട്ട് കാണട്ടാ ഗൈസ്. അപ്പോൾ പഴനിമലേൻ്റെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് റൂം വെക്കേറ്റ് കൊണ്ടിരിക്കട്ടെ. എല്ലാ സ്ഥലങ്ങളായിട്ട് അല്ലേ? ഒന്നും മറന്നു വെച്ചിട്ടൊന്നുമില്ലല്ലേ? സെറ്റല്ലേ? ചേച്ചി കഴിയുന്നില്ലേ? പാവകൾ, കളിപ്പാട്ടകൾ. റൂം പൂട്ടിക്കൊണ്ടിരിക്കട്ടെ. അപ്പോൾ നമുക്ക് എന്തായാലും താഴേക്കിറങ്ങി വണ്ടിയിൽ കയറാം ഗൈസ്. ഓക്കെ. അയ്യോ